ഇനി പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കടലിനെയും നദിയെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. കടലിൽ എപ്പോഴും അലകൾ അടിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മളുടെ ജീവിതം അതേപോലെയാണ്, മനസ്സിലായോ? എപ്പോഴും ചിന്തകളും ഓരോന്നിൻ്റെ പിറകെയുള്ള ഓട്ടവും ഓരോ സ്ട്രെസ്സ് സ്ട്രെയിന് എന്നുള്ള രീതിയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് നമ്മളെ കണ്ടെത്താനുള്ളൊരു ഒരു ഒരു ഓട്ടത്തിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ മറ്റെന്തിൻ്റെയോ പിറകെ ഓടിക്കൊണ്ടിരിക്കുക, മനസ്സിലായോ? നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയത്തില്ല. എന്നാൽ ഈ ഒരു ശാന്തമായി ഒഴുകുന്ന ഈ ഒരു നദിയെ നോക്കി, അത് അതിൻ്റെ ജീവിതം സ്മൂത്തായിട്ട് കൊണ്ടുപോവുകയാണ്. അതേപോലെ അതിൻ്റെ അടിത്തട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരു മീൻ വന്നിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അടിത്തട്ട് വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മളുടെ മനസ്സിൽ ചിന്തകൾ കൂടി നിന്ന് കഴിഞ്ഞാൽ, ചിത്തവൃത്തികൾ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നിലേക്കും ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. എപ്പോഴും അലകൾ അടിച്ചുകൊണ്ടിരിക്കും. അലകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സമാധാനം കാണില്ല, ഉറക്കം കിട്ടത്തില്ല. അതേ സമയത്ത് ഇതുപോലെ ശാന്തമാക്കി കൊണ്ടുപോയാലോ? ഇത് ഈ ഒരു നദിയെപ്പോലെ ജീവിതം സ്മൂത്താക്കാനും ശാന്തമാക്കാനുമുള്ള ഒരേ ഒരു മാർഗമാണ് യോഗമാർഗം. ജപയോഗം, ധാരണം, ധ്യാനം, സമാധി, അഷ്ടാംഗ യോഗം, അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ജീവിതം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവാൻ പറ്റട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആസനാസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയട്ടെ.